ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് SPC ക്വിസാണ്. നമുക്കറിയാം SPC സെലക്ഷൻ ടെസ്റ്റൊക്കെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. SPC സെലക്ഷൻ ടെസ്റ്റിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി 2-3 വീഡിയോ ചെയ്ത് കഴിഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അത് നിർബന്ധമായും കാണേണ്ടതാണ്. ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മളതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും SPCയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണണം. എല്ലാ ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒരു മാർക്ക് പോലും മിസ്സാക്കാനില്ല. അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങളും എല്ലാവരും എഴുതി തന്നെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനിയും ഇതുപോലെ ധാരാളം വീഡിയോസ് നിങ്ങൾക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. SPC പ്രൊജക്റ്റിനെ സംസ്ഥാന തലത്തിലുള്ള റോഡ് സുരക്ഷയ്ക്കായുള്ള ബോധവൽക്കരണ പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് ഏത് അതോറിറ്റിയാണ്? SPC പ്രൊജക്റ്റിനെ സംസ്ഥാന തലത്തിലുള്ള റോഡ് സുരക്ഷയ്ക്കായുള്ള ബോധവൽക്കരണ പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് ഏത് അതോറിറ്റിയാണ് എന്നാണ് ചോദ്യം. ചോദ്യം മനസ്സിലായല്ലോ? അപ്പോൾ ഇനി ഉത്തരം നോക്കാം. കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി. SPC പ്രൊജക്റ്റിനെ സംസ്ഥാന തലത്തിലുള്ള റോഡ് സുരക്ഷയ്ക്കായുള്ള ബോധവൽക്കരണ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരള റോഡ് സേഫ്റ്റി അതോറിറ്റിയാണ്. അടുത്ത ചോദ്യം നോക്കാം. നിലവിലുള്ള കേരള പോലീസ് നിയമം നിലവിൽ വന്ന വർഷമേത്? നിലവിലുള്ള കേരള പോലീസ് നിയമം നിലവിൽ വന്ന വർഷം. ഉത്തരം എന്താണ്? 2011. നിലവിലുള്ള കേരള പോലീസ് നിയമം നിലവിൽ വന്ന വർഷം 2011. ഓരോ ചോദ്യങ്ങളും എഴുതി തന്നെ പഠിക്കണം കേട്ടോ. എല്ലാ ചോദ്യങ്ങളും കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഉത്തരവും കറക്റ്റായിട്ട് മനസ്സിൽ കുറിച്ച് വെക്കുക. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് SPC പദ്ധതി കേരളത്തിൽ ആരംഭിച്ച വർഷമേത്? സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതി കേരളത്തിൽ ആരംഭിച്ച വർഷം. പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ഉത്തരം നോക്കിയാലോ? 2010 ഓഗസ്റ്റ് 2. 2010 ഓഗസ്റ്റ് 2 സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതി കേരളത്തിൽ ആരംഭിച്ചത്. എപ്പോഴാണ്? 2010 ഓഗസ്റ്റ് 2. അടുത്ത ചോദ്യം ഇതാണ്. SPC കേരള ലീഗൽ സർവീസ് അതോറിറ്റി പ്രൊജക്റ്റിനെ കേരള ഹൈക്കോടതിയുടെ ഭാഗമായി നീതി പോരാട്ടത്തിനായി തിരഞ്ഞെടുത്തത് ഏത് അതോറിറ്റിയാണ്? SPC കേരള ലീഗൽ സർവീസ് അതോറിറ്റി പ്രൊജക്റ്റിനെ കേരള ഹൈക്കോടതിയുടെ ഭാഗമായി നീതി പോരാട്ടത്തിനായി തിരഞ്ഞെടുത്തത് ഏത് അതോറിറ്റിയാണ്? ഉത്തരം വരുന്നത് കേരള ലീഗൽ സർവീസ് അതോറിറ്റി. കേരള ലീഗൽ സർവീസ് അതോറിറ്റി. അടുത്ത ചോദ്യം. കേരളത്തിൽ SPC പദ്ധതിയുടെ ആദ്യ നോഡൽ ഓഫീസർ ആരായിരുന്നു? കേരളത്തിൽ SPC പദ്ധതിയുടെ ആദ്യ നോഡൽ ഓഫീസർ ആരായിരുന്നു? ഉത്തരം നോക്കിക്കോളൂ. P. വിജയൻ IPS. കേരളത്തിൽ SPC പദ്ധതിയുടെ ആദ്യ നോഡൽ ഓഫീസർ ആരാണ്? P. വിജയൻ IPS ആണ്. ആരാണ്? P. വിജയൻ IPS. അടുത്ത ചോദ്യം. കുട്ടികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ കേരള പോലീസ് ആരംഭിച്ച വിങ് ഏതാണ്? കുട്ടികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ കേരള പോലീസ് ആരംഭിച്ച വിങ് ഏതാണ്? ഉത്തരം CCSE. CCSE. കുട്ടികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ കേരള പോലീസ് ആരംഭിച്ച വിങ് ആണ് CCSE. അടുത്ത ചോദ്യം ഇതാണ്. SPCയുടെ ഐഡൻറ്റിഫിക്കേഷൻ സിംബൽ എന്താണ്? SPCയുടെ ഐഡൻറ്റിഫിക്കേഷൻ സിംബൽ എന്താണെന്നാണ് ചോദ്യം. ഉത്തരം സിമ്പിളാണ്. പോലീസ് യൂണിഫോം ആണ്. SPCയുടെ ഐഡൻറ്റിഫിക്കേഷൻ സിംബൽ എന്ന് പറയുന്നത് പോലീസ് യൂണിഫോം. അതാണ് SPCയുടെ ഐഡൻറ്റിഫിക്കേഷൻ സിംബൽ. അടുത്ത ചോദ്യം. കേരള പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരള പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം നോക്കിക്കോളൂ. രാമവർമ്മപുരം, തൃശ്ശൂർ. കേരള പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് രാമവർമ്മപുരത്താണ്. ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. അടുത്ത ചോദ്യം ഇതാണ്. ജില്ലാതല നോഡൽ ഓഫീസർ ഏത് റാങ്കിലുള്ള ഓഫീസറാണ്?
ജില്ലാതല നോഡൽ ഓഫീസർ ഏത് റാങ്കിലുള്ള ഓഫീസറാണ്? ഉത്തരം DYSP. ജില്ലാതല നോഡൽ ഓഫീസർ ഏത് റാങ്കിലുള്ള ഓഫീസറാണ്? DYSP ആണ്. അടുത്ത ചോദ്യം. ബ്രേക്ക് ഓഫ് പറയുമ്പോൾ SPC കേഡറ്റുകൾ ഏത് ദിശയിലേക്കാണ് തിരിയേണ്ടത്? ബ്രേക്ക് ഓഫ് പറയുമ്പോൾ SPC കേഡറ്റുകൾ ഏത് ദിശയിലേക്കാണ് തിരിയേണ്ടത്? ഉത്തരം റൈറ്റ്, വലതുവശത്തേക്കാണ്. ബ്രേക്ക് ഓഫ് പറയുമ്പോൾ SPC കേഡറ്റുകൾ തിരിയേണ്ടത് വലതുവശത്തേക്കാണ്. ഓക്കെ, വലതുവശത്തേക്ക്. എപ്പോഴാണ് ബ്രേക്ക് ഓഫ് പറയുമ്പോൾ SPC കേഡറ്റുകൾ തിരിയേണ്ടത്? വലതുവശത്തേക്ക്. കേരള പോലീസിൽ ശുഭയാത്ര പദ്ധതിയുടെ ഭാഗ്യചിഹ്നം. കേരള പോലീസിൽ ശുഭയാത്ര പദ്ധതിയുടെ ഭാഗ്യചിഹ്നം എന്താണ്? ഉത്തരം പപ്പു. പപ്പു എന്ന സീബ്രയാണ് കേരള പോലീസിൽ ശുഭയാത്ര പദ്ധതിയുടെ ഭാഗ്യചിഹ്നം. എന്താണ്? പപ്പു എന്ന സീബ്ര. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. നാഷണൽ കേഡറ്റ് ഡേ എന്നാണ്? നാഷണൽ കേഡറ്റ് ഡേ എന്നാണ്? ഉത്തരം നോക്കിക്കോളൂ. ജനുവരി 17 നാഷണൽ കേഡറ്റ് ഡേ എന്നാണ്. ജനുവരി 17 ഇത് പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. എല്ലാവരും ശ്രദ്ധിച്ച് ഓർത്ത് വെക്കുക. നാഷണൽ കേഡറ്റ് ഡേ എന്നാണ് ജനുവരി 17. എല്ലാ എക്സാമിനും ചോദിക്കാറുള്ളതാണ്. നാഷണൽ കേഡറ്റ് ഡേ ജനുവരി 17. അടുത്ത ചോദ്യം. SPC പദ്ധതിയിൽ ഒരു പ്ലാറ്റൂണിൽ ഉണ്ടായിരിക്കേണ്ട പരമാവധി കേഡറ്റുകളുടെ എണ്ണം. SPC പദ്ധതിയിൽ ഒരു പ്ലാറ്റൂണിൽ ഉണ്ടായിരിക്കേണ്ട പരമാവധി കേഡറ്റുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 22 പേരാണ്. SPC പദ്ധതിയിൽ ഒരു പ്ലാറ്റൂണിൽ ഉണ്ടായിരിക്കേണ്ട പരമാവധി കേഡറ്റുകളുടെ എണ്ണം 22. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. മുതിർന്ന പൗരന്മാരുടെ സുരക്ഷയ്ക്കായി കേരള പോലീസ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? മുതിർന്ന പൗരന്മാരുടെ സുരക്ഷയ്ക്കായി കേരള പോലീസ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഉത്തരം പ്രശാന്തി. മുതിർന്ന പൗരന്മാരുടെ സുരക്ഷയ്ക്കായി കേരള പോലീസ് നടപ്പിലാക്കിയ പദ്ധതിയാണ് പ്രശാന്തി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ദേശീയ തലത്തിൽ SPC പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തത് ആരായിരുന്നു? ദേശീയ തലത്തിൽ SPC പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തത് ആരായിരുന്നു? ഉത്തരം രാജ്നാഥ് സിംഗ്. ദേശീയ തലത്തിൽ SPC പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തത് രാജ്നാഥ് സിംഗ് ആണ്. അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്നു രാജ്നാഥ് സിംഗ്. അദ്ദേഹമാണ് ദേശീയ തലത്തിൽ SPC പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തത്. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം ഇതാണ്. SPC നിലവിലുള്ള സ്കൂളുകളിൽ പോലീസ് സ്റ്റുഡൻറ് ലൈസൺ ഓഫീസറായി നിയമിക്കുന്നത് ആരെയാണ്? SPC നിലവിലുള്ള സ്കൂളുകളിൽ പോലീസ് സ്റ്റുഡൻറ് ലൈസൺ ഓഫീസറായി നിയമിക്കുന്നത് ആരെയാണ്? ഉത്തരം ഇതാണ്. സ്കൂളിൻ്റെ പരിധിയിലുള്ള ലോക്കൽ പോലീസ് ഇൻസ്പെക്ടറെ. സ്കൂളിൻ്റെ പരിധിയിലുള്ള ലോക്കൽ പോലീസ് ഇൻസ്പെക്ടറെയാണ് SPC നിലവിലുള്ള സ്കൂളുകളിൽ പോലീസ് സ്റ്റുഡൻറ് ലൈസൺ ഓഫീസറായി നിയമിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, പ്രധാനപ്പെട്ട SPCയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള SPC സെലക്ഷൻ ടെസ്റ്റിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. എല്ലാ ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം കൃത്യമായിട്ട് എഴുതി പഠിക്കുക തന്നെ വേണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കേണ്ട. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തോളൂ. നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതാണ്. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതി കേരളത്തിൽ ആരംഭിച്ച വർഷമേത്? സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതി കേരളത്തിൽ ആരംഭിച്ച വർഷമേത്? പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതുമാണ്. ക്ലാസ് ശ്രദ്ധിച്ചവർക്ക് എല്ലാവർക്കും ഉത്തരം ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും. അവരെന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട. ചോദ്യം ഇതാണ്. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതി കേരളത്തിൽ ആരംഭിച്ച വർഷം. എല്ലാവരും പഠിച്ചു വെക്കേണ്ടത് തന്നെയാണ്. അറിയാത്തവർ പെട്ടെന്നതൊന്ന് പോയി നോക്കുക, ഉത്തരം പഠിച്ചു വെക്കുക. അറിയുന്നവർ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.